ഏതെങ്കിലും ഒരു പിതാവിന് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിയെ മലക്കുകൾ മരിപ്പിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ആ മനുഷ്യന്റെ കരളിന്റെ കഷ്ണത്തെ നിങ്ങൾ മരിപ്പിച്ചോ? മലക്കുകൾ പറയും, അതേ റബ്ബേ, ഞങ്ങൾ മരണപ്പെടുത്തി. മലക്കുൽ മൗത്തും കൂടെയുള്ള മലക്കുകളോടുമാണ് ചോദ്യം. അപ്പോൾ അല്ലാഹു ചോദിക്കും, ആ കുട്ടി മരണപ്പെട്ടപ്പോൾ ആ കുട്ടിയുടെ പിതാവ് എന്താണ് പറഞ്ഞത്? അപ്പോൾ മലക്കുകൾ പറയും, ഹമിദക വസ്തർജഅ. അല്ലാഹുവേ, ആ കുഞ്ഞ് മരണപ്പെട്ടപ്പോഴും ആ അടിമ പറഞ്ഞത് അൽഹംദുലില്ലാഹ് എന്നിട്ടാണ് എന്ത് പറയുന്നത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് പറയുന്നതിന് മുമ്പ് പറഞ്ഞത് എന്താണ്? അൽഹംദുലില്ലാഹ്, സർവ്വസ്തുതിയും അല്ലാഹുവിനാണ്. കാരണം അല്ലാഹുവിന്റെ ഓരോ തീരുമാനങ്ങളിലും ഖൈറുണ്ട്. റഹ്മാനായ റബ്ബ് നമ്മുടെ നന്മ ഉദ്ദേശിച്ചാണ് ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. അത് തിരിച്ചറിയുന്ന ഒരു അടിമക്ക് അൽഹംദുലില്ലാഹ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകളോട് പറയും, ഉബ്നൂ ലി അബ്ദി ബൈതൻ ഫിൽ ജന്ന വസമ്മൂഹു ബൈതൽ ഹംദ്. ആ അടിമക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്ക്. എന്നിട്ട് ബൈത്തുൽ ഹംദ്, ഹംദിന്റെ വീടെന്ന് അതിന് പേര് കൊടുക്കണം. കാരണം അല്ലാഹുവിനെ സ്തുതിച്ചവനാണ്. വലിയ പരീക്ഷണം ഉണ്ടായപ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ ആൾക്ക് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, അമലിന്റെ സ്വഭാവം അനുസരിച്ചുള്ള പ്രതിഫലം തന്നെ ആ വീടിന്റെ പേര് അൽഹംദ് എന്നായിരിക്കും. അതെത്ര മഹത്തരമായ കാര്യമാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആലോചിക്കുക.